ഹായ് ഫ്രണ്ട്സ്, ആരു മീഡിയയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെട്ട് കേക്കാണ്. വെട്ട് കേക്ക് എങ്ങനെ നമുക്ക് ഈസിയായി വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദപ്പൊടിയാണ്. ഏകദേശം 500 ഗ്രാം മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 200 ഗ്രാം റവപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. കൂടാതെ 1/2 ടീസ്പൂണോളം ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമുക്ക് 2 രീതിയിൽ വെട്ട് കേക്കിലേക്ക് ചേർക്കാം. പഞ്ചസാര നമുക്കിതിലേക്ക് പൊടിച്ചും ചേർത്ത് കൊടുക്കാം, പഞ്ചസാര ലായനിയാക്കിയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ലായനിയാക്കിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. കുറച്ച് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്ന ഏലക്കയാണ്. ഇനി നമുക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതൊന്ന് കലക്കിയെടുക്കാം. മുട്ട നന്നായി കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്കാപ്പൊടി ചേർക്കാം. അര ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കാം. കലക്കി വെച്ച മിശ്രിതത്തിലേക്ക് നമുക്കിനി മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തത് നമുക്ക് റവപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് പഞ്ചസാര ലായനിയാണ്. ഇനി നമുക്കൊരു നന്നായിട്ടൊന്ന് മിക്സാക്കി വെട്ട് കേക്കിനുള്ള മാവ് റെഡിയാക്കിയെടുക്കാം. ഞാനിപ്പോൾ മാവ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ മാവ് ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി നമുക്കിനി 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഏകദേശം 1 മണിക്കൂർ ആയിട്ടുണ്ട്. കേക്കിനുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ മാവിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ 4 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ചെറുതായിട്ടൊന്ന് വെട്ടിട്ട് കൊടുക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. തിളച്ച എണ്ണയിലേക്ക് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. കേക്ക് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്.
നമുക്ക് എണ്ണ തോരാനായിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കേക്കും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എല്ലാ കേക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങളിതെല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്